54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. നടൻ പൃഥ്വിരാജ് സുകുമാരൻ, നടിമാരായ ഉർവശി, ബീന ചന്ദ്രൻ തുടങ്ങിയവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. എമ്പുരാൻ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് നടൻ പൃഥ്വിരാജ് പൊതുവേദിയിലെത്തിയത്. മലയാള സിനിമയെ അന്താരാഷ്ട്ര തലങ്ങളിലെ പ്രശംസയ്ക്കർഹമാക്കിയ പ്രതിഭയെ ആദരിച്ചുകൊണ്ടാണ് 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരദാന ചടങ്ങ് തുടങ്ങിയത്. സംവിധായകൻ ഷാജി എൻ കരുണിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ JC ഡാനിയൽ പുരസ്കാരം സമ്മാനിച്ചു. മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലിന്റെ പേരിലുള്ള പരമോന്നത ചലച്ചിത്ര പുരസ്കാരം കേരള സംസ്ഥാന സർക്കാരിന്റെ സർവാദരം ഇന്ന് മലയാള സിനിമയുടെ യശസ് വാനോളം ഉയർത്തിയ ശ്രീ ഷാജി എൻ കരുണിന് സമർപ്പിക്കപ്പെടുകയാണ്. തന്റെ സിനിമാ ജീവിതത്തിലെ അവിസ്മരണീയമായ ചിത്രത്തിന് ബഹുമതി ലഭിച്ചതിന്റെ സന്തോഷത്തിൽ നടൻ പൃഥ്വിരാജ്. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ. ചിത്രം ആടുജീവിതം. ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ പെട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവന ത്വരയെയും നിസ്സഹായതയെയും അതിനുശേഷമുള്ള ശരീരഭാഷയെയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവിന് ശ്രീ JC ഡാനിയലിന്റെ പേരിലുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഷാജി സാറിന് കൊടുക്കുന്ന ഈ വേദിയിൽ ഇതിൻ്റെ മുൻപിലത്തെ പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ശ്രീ JC ഡാനിയലായിട്ടാണ് അഭിനയിച്ചത് ആ സിനിമയ്ക്ക്. 3ാമത്തെ പ്രാവശ്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടനുള്ള പുരസ്കാരം നേടാനുള്ള ഭാഗ്യമുണ്ടായിരിക്കുന്നത്. മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം 6ാം തവണയും നേടി നടി ഉർവശി. മികച്ച നടിക്കുള്ള പുരസ്കാരമാണ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഉർവശി. ഒരിക്കൽ പോലും ഒരു ഷോട്ടിലും ഒരു സിനിമയിലും ഒരു അവാർഡ് മുന്നിൽ കണ്ടുകൊണ്ട് അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ വേദി നിൽക്കുമ്പോൾ സംവിധായകൻ ക്രിസ്റ്റോ ടോമിയോട് അങ്ങേയറ്റം ആ സിനിമയുടെ ആത്മാവും ആ സിനിമയുടെ ആത്മവിശ്വാസവും എല്ലാം ക്രിസ്റ്റോയ്ക്കാണ് ഈ അവാർഡിനുള്ള ഏറ്റവും വലിയ അർഹത. ഒപ്പം എൻ്റെ അനിയത്തെ പോലെ ഞാൻ സ്നേഹിക്കുകയും ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും സപ്പോർട്ടായി പെർഫോം ചെയ്ത പാർവതി തിരുവോത്തിനും എൻ്റെ നന്ദിയും ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. മികച്ച നടി ബീന അർചന്ദ്രൻ. ചിത്രം തടവ്. തടവ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ബഹുമതിയിൽ അഭിമാനത്തോടെ നടി ബീന ചന്ദ്രൻ. 80ാമത്തെ വയസ്സുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ അച്ഛനും അമ്മയും ഈ സമൂഹത്തിന് നൽകുന്ന നന്മ, എനിക്ക് കിട്ടിയ അറിവും ഊർജവും ഞാൻ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾക്കും കൊടുത്തത് കൊണ്ടുള്ള നന്മ, ഇതൊക്കെ ആയിരിക്കാം ഈ ഒരു അംഗീകാരം എന്നെ തേടി എത്താനായിട്ട് കാരണം. നടൻ വിജയരാഘവന്റെ ആദ്യ സംസ്ഥാന പുരസ്കാര നേട്ടത്തിനും വേദി സാക്ഷ്യം വഹിച്ചു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. മലയാള സിനിമ അത്ഭുതപ്പെടുത്തുന്നു എന്ന ജൂറി ചെയർമാൻ സുധീർ മിശ്രയുടെ അതേ വാക്കുകളാണ് പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്തവർ പങ്കുവച്ചത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.